തന്റെ പരമാർത്ഥങ്ങൾ അറിയിച്ചു, ദേവിയെ സമാധാനിപ്പിച്ചു. ദേവിക്ക് സന്തോഷമായിട്ട് പോവാൻ നേരത്ത് ഹനുമാൻ ആദ്യം അഗ്രികളെ കാട്ടിക്കൊടുത്ത് വിശ്വാസമൊക്കെ ഉണ്ടാക്കി. അതിന് ശേഷമാണ് വർത്തമാനം ഉണ്ടായത്. പോവാൻ നേരത്ത് ദേവി പ്രത്യഭിജ്ഞാനായിട്ട് തന്റെ ചൂടാരത്നം ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. അത് വാങ്ങി ദേവിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച യാത്രയും പറഞ്ഞ അതിവേഗം പുറപ്പെടുക. പുറപ്പെട്ട അവിടെ ചെന്ന് ഞാൻ ദേവിയെ കണ്ടു എന്നുള്ളത് ഭഗവാനെ അറിയിക്കണം. അതിനുള്ള ഉത്സാഹത്തോടെയാണ് പോണത്. ആ ഉത്സാഹത്തോടെ അങ്ങോട്ട് പുറപ്പെട്ട അങ്ങോട്ട് കുറച്ചു വഴി നടന്നപ്പോൾ ഹനുമാന് തോന്നി അതിലൊരു അനൗചിത്യം ഉണ്ടല്ലോ. ഇതിലെന്താ ഇപ്പൊ അനൗചിത്യം? ഞാൻ ഇവിടെ വന്നത് രാത്രിയിലാണ്. രാത്രിയിൽ വന്ന് ഞാൻ ദേവിയെ കണ്ടു പോണു. ഇപ്പൊ ആരും ഇത് മനസ്സിലാക്കിയിട്ടില്ല, കാരണം ഉറങ്ങണ ആളുകളാണ്. ഉറക്കം ഉണർന്ന് നാളെ എണ്ണീട്ട് നോക്കുമ്പോ അല്ലെങ്കിൽ തന്നെ ഇത് ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ നല്ലതൊന്നും കാണില്ല. അങ്ങനെയുള്ള കീഴ്പ്പെടാൻ നോക്കണത് ഒന്ന് നോക്കുന്നത് അവിടെ എന്തോ ഒരു പന്തില്ലാത്തത് കാണണ്ട. ഇവിടെ ഒരു കാലടി കാണാം, അതാ അങ്ങോട്ട് നോക്കാം. പരിചയമില്ലാത്തൊരു കാലടി കാലടിയൊക്കെ നോക്കണ ആളുകൾ ഇപ്പോഴും ഉണ്ടോ? പക്ഷെ ബുദ്ധിയുള്ള ആളുകൾ ഇപ്പോഴും ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇതിന്റെ ഇടയിൽ ഒരു പരിചയമില്ലാത്ത കാലടി ആരുടെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഒന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്ന ആളുകൾ ഉണ്ടാവില്ല. കാലടി കണ്ടറിയോ? അവനവന്റെ തന്നെ കണ്ടിട്ട് കുറെ കാലമായി ആ മുമ്പിലുള്ള സാധനം തടസ്സം. കീഴ്പ്പെട്ട് നോക്കി അത് കാണാത്ത അതൊന്നും കുറയ്ക്കണം കേട്ടോ. ആ നോക്കിയാൽ കാണാം, അവിടെ ഉണ്ടാ പലരുടെയും കാലടി ഉണ്ടാ. എന്തായാലും അവനവന്റെ കണ്ടേ മറ്റുള്ളവരുടെ കാണാൻ നോക്കാം. ആരുടെ കാലടിയാ? പറ്റില്ല. ഇതൊന്നും പറ്റില്ല. ഇതൊക്കെ വൃദ്ധന്മാർക്കേ മനസ്സിലാവുള്ളൂ. ഇതൊന്നും വൃദ്ധനല്ല എന്നാ കണ്ടാ തോന്നണത്. അടുത്ത് ചെന്നാ അറിയാം നല്ലോണം വൃദ്ധനാണോ അല്ലയോ എന്നുള്ളതാണ്. ഇതിപ്പോ ഒന്നും പറയാത്ത മറ്റാണോ? അതിപ്പോ കറുത്തിട്ടാണോ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിലല്ലേ വല്ലതും പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല. അങ്ങനെ നോക്കിയപ്പോ എവിടെയെങ്കിലും ഒരെണ്ണം ഉണ്ടാവൂല. അങ്ങനെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരെണ്ണം. ഇതിന് ആരും ഇവിടെ കൊണ്ട് ചാരി നിർത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്ക്, അങ്ങനെയാണ് ഈ വയസ്സായി കഴിഞ്ഞാൽ കൊണ്ടുവയ്ക്കുക, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ വായിലെ പല്ലൊക്കെ കൊഴിഞ്ഞ് താടിയും മൂക്കും നമ്മളുള്ള കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഒരു വൃദ്ധനെ കാണും. വൃദ്ധനെ കണ്ട വൃദ്ധന്മാര് പറഞ്ഞു കൊടുക്കും ഇത് കൊരങ്ങന്റെ. രാവണനും ഹനുമാനെ കണ്ടു. ഹനുമാൻ അങ്ങോട്ട് കണ്ടു, അതിന് ശേഷം രാവണൻ ഇങ്ങോട്ടും കണ്ടു. കണ്ടപ്പോളോ ചിത്രീയമാണ് ഹൃദയ. അത്ഭുതമായി. ഹനുമാനെ കൊണ്ട് കണ്ടതോടുകൂടി രാവണൻ